അമ്പൂസിനാണെങ്കിൽ ട്രെയിനിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പോൾ ട്രെയിൻ കയറി പോകാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഇത്തവണ ഗുരുവായൂർ പോയപ്പോൾ എന്തായാലും ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. 7:15 ട്രെയിൻ കേട്ടോ. ഞങ്ങൾ 7 മണിയായപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നേരം നടന്നു. അവന് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അറിയാവുന്നതൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ വിചാരിച്ചു ട്രെയിനിൽ കയറി കഴിയുമ്പോൾ ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നു. പക്ഷേ ട്രെയിനിൽ കയറി ആളും ഉണ്ടാതിരിക്കായിരുന്നു കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ടായിരിക്കും വിശക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഞങ്ങൾ പറഞ്ഞു അവിടെ എത്തട്ടെ എന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന്. പിന്നെ ഓരോന്നും മിണ്ടിയും പറഞ്ഞൊക്കെ അങ്ങനെ അവിടെ എത്തിയിട്ടാ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മിക്ക പിള്ളേരും മുണ്ടെടുത്ത് നടക്കണം. അപ്പോൾ അവന് മുണ്ട് വേണമെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോകാനാണെങ്കിൽ അവൻ സമ്മതിച്ചില്ല. അങ്ങനെ അവിടെ കയറി ഒരു മുണ്ട് വാങ്ങി. 110 രൂപയ്ക്ക് ഇവിടെ കിട്ടുന്ന മുണ്ട് അവിടെ 160 രൂപയായിരുന്നു കേട്ടോ. മുണ്ടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിൽ കയറി. കാരണം ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ട കാരണം കൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 2 ഇടിയപ്പം അവർ ഇഡ്ഡലിയും കഴിച്ചു. അങ്ങനെ 6 മണിക്കൂറത്തെ ക്യൂവിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാ. വയ്യാതായി ശരിക്കും. പിന്നെ ഇത്തവണ ക്യൂ നിന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല കമ്പനിയായിരുന്നു. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പെട്ടെന്ന് സമയം പോയായിരുന്നു. പിന്നെ അവനൊരു കടയിൽ കയറി ഒരു വളയൊക്കെ വാങ്ങി. പിന്നെ അവന് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് വാശിയായി. എവിടെ പോയാലും അവന് കളിപ്പാട്ടം വേണം കേട്ടോ. ഇത്തവണ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊടുത്തില്ല. പിന്നെ ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഞങ്ങൾ ചോറാണ് കഴിച്ചത്, അവനാണെങ്കിൽ ബിരിയാണി കഴിച്ചത്. പിന്നെ അതൊക്കെ തീർത്ത് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴേക്കും വയ്യാതായിട്ടുണ്ടായി. തിരിച്ചു പോയപ്പോൾ ട്രെയിൻ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ബസ്സിലാണ് പോയത്. തിരിച്ച് പോകുമ്പോൾ 1 മണിക്കായിരുന്നു ട്രെയിൻ. ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ തന്നെ 2 മണിയായിരുന്നു കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന്